Hello students, നമുക്കിപ്പോൾ ഇനി എടുക്കാനുള്ളത് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ള ചാപ്റ്ററാണ്. നമ്മുടെ ഫോർത്ത് മോഡ്യൂളിലെ 5th ചാപ്റ്ററാണിത്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ ഇൻ്റഗ്രൽ ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഇൻ്റഗ്രൽ എന്താണ്. അപ്പോൾ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നൊക്കെ പറയുമ്പോഴുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ നമ്മുടെ ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുള്ളൂ. കൺസെപ്റ്റ് വളരെ ചെറുതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത പേരൊക്കെ ഇട്ട് അതിനൊരു ഫോമിലേക്ക് കൊണ്ടുവന്നേക്കണമെന്നേ ഉള്ളൂ. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ a to b f of x dx. ഇതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ കണ്ടിരുന്ന കാര്യം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് എന്ത് വരും? ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ്. ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ തൊട്ട് ഇവിടെ വരെ എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. എ ടു ബി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അല്ലാതെ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എഫ് ഓഫ് എക്സ് ഇതിനെയാണ് എന്ത് പറയുന്നത്? കാരണം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക? എഫ് ഓഫ് എക്സിന് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയും. പിന്നെ നമുക്കറിയാം ഡിഫറൻസിയേഷൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് എന്ത് കിട്ടും? ഈ സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും. കാരണം ഇവർ രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം ഓപ്പോസിറ്റ് ആൾക്കാരാണ്. ഇങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടും. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും. അത് എവിടെ മാത്രമേ നടക്കുള്ളൂ? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ മാത്രമേ സംഭവം നടക്കുള്ളൂ. കാരണം ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ പറ്റിയിട്ട് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടുന്നത്. സോ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ടെസ്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. എന്ത്? ഈ കിട്ടുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഇതിനെ വേ ടു ഫൈൻഡ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്നാണ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? എഫ് ഓഫ് എക്സിനെ കിട്ടും. അതിനെ പറയുന്ന പേരാണിത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്നുള്ളത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Check the formula integral 3x raised to 8 dx equal to x raised to 9 by 3 plus c. ഈ ഫോർമുല ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 3x raised to 8നെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടി. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയണം? ഇൻ്റഗ്രേഷൻ അറിയണില്ലെങ്കിലും 3x raised to 8നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഫോർമുല കിട്ടുമെന്ന് നോക്കാം. അതല്ല, ഇൻ്റഗ്രേഷൻ അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി? ഡിഫറൻസിയേഷൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ളെങ്കിൽ ഇത് കറക്റ്റ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ x raised to 9 by 3 plus c എന്നുള്ള ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആരെ കിട്ടണം? നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ച് ആരെ കിട്ടണം? 3x raised to 8 കിട്ടണം. അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വേരിയബിൾ എക്സ് അല്ലേ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് x raised to 9 by 3 plus c. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x raised to 9 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 9x raised to a ഡിവൈഡഡ് ബൈ 3. c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടി. സോ എന്ത് കിട്ടി? 3x raised to 8 തന്നെ കിട്ടി. അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? സ്മോൾ എഫ് ഓഫ് എക്സിനെ കിട്ടി. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഇത് ഫോർമുല കറക്റ്റ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഇവിടുത്തെ ഈ സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും. ഇതിനാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ലിമിറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ലിമിറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? നമുക്ക് വാല്യൂ കിട്ടുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ കേസിൽ. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് കിട്ടുന്നത്? ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം.
integral x into 1 plus x raised to 6 dx equal to 1 by 56 7x minus 1 into 1 plus x whole raised to 7 plus 6. ഈ ഫോർമുല ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ആരെ കിട്ടും? ഈ ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷനെ കിട്ടും. നമുക്ക് നോക്കി നോക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. d by dx of 1 by 56 into 7x minus 1 into 1 plus x whole raised to 7 plus 6. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഓൾറെഡി 0 ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ചെയ്ത് നോക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. 1 by 56 നമുക്ക് കോൺസ്റ്റന്റിനെ ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇതിന്റെ ഡെറിവേറ്റീവ് ഞാൻ കാണണം. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് 7x minus 1 into derivative of second function, that is 7 into 1 plus x all to the power 6 plus ഇനി എന്ത് വരും? second function into that is 1 plus x whole raised to 7 into derivative of first function 7x ആണ് ഇവിടുത്തെ 7x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 7. അപ്പോൾ എന്ത് വരും? 1 by 56 into ഒരു 1 plus x raised to 6 കോമൺ ആയിട്ട് രണ്ടീന്ന് ഔട്ട് സൈഡിലേക്ക് എടുക്കാം നമുക്ക്. 1 plus x whole raised to 6 ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇവിടെ ബാക്കി എന്ത് വരുന്നുണ്ട്? 7 into 7 49x minus 7. ഈ 1 plus x whole raised to 6 പുറത്തേക്ക് വന്നു. ഇവിടെ ബാക്കി 1 plus x ഉള്ളൂ. into 7 ഉണ്ട്. ആ 7 ഞാൻ ഉള്ളിലേക്ക് കൊടുത്തു. അപ്പോൾ 7 plus 7x minus 7ഉം plus 7ഉം ക്യാൻസൽ ചെയ്ത് പോയി. 49x plus 7x എന്താ വരിക? 56x വരും. ആ 56ഉം ഈ 56ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ എന്ത് വന്നു ആൻസർ? x into 1 plus x whole raised to 6. തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫംഗ്ഷനും. അപ്പോൾ എന്ത് വന്നു? ഫോർമുല കറക്റ്റ് ആയി. ഇനി കൂടാതെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഇന്റഗ്രൽ 0 to 2 x into 1 plus x whole raised to 6 dx. ഈ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായി? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഫംഗ്ഷൻ നമ്മുടെ f of x, ക്യാപിറ്റൽ f of x. അപ്പോൾ എന്ത് വരാം? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്യാം. f of b മൈനസ് f of a. അപ്പോൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാണ് ഞാൻ 1 by 56 into 2 അപ്ലൈ ചെയ്തു. അപ്പോൾ 7 into 2 14, 14 minus 1 13 into 2 plus 1 3, 3 raised to 7. പിന്നെ എന്ത് വരും? ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ 0 ആയി പോയി. മൈനസ് ഓഫ് -1 into 0 plus 1 1 to the power 7 1. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 50.77 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ടെസ്റ്റ് മനസ്സിലായില്ലേ? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്താൽ മതി. ഇതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ഇതിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ. നമുക്ക് അറിയാവുന്ന റിസൾട്ട് തന്നെ. ഡിഫറൻസിയേഷൻ ഇസ് ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ. രണ്ടുപേരും പരസ്പരം ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത്. ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രലിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b f of x plus g of x d of dx is equal to എന്ത് വരും? നമുക്ക് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി അറിയാവുന്നതാണ്. ഇന്റഗ്രൽ a to b f of x dx plus ഇന്റഗ്രൽ a to b g of x dx. അത് നമ്മൾ +2 കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സം റൂൾ എന്ന് പറയും. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b c into f of x dx. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ c ഔട്ട് സൈഡിലേക്ക് എടുത്തു f of x നെ ഇന്റഗ്രേറ്റ് ചെയ്യും. കോൺസ്റ്റന്റ് റൂൾ c into ഇന്റഗ്രൽ a to b f of x dx. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഈസ് a less than b less than c. ഇങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ a to c f of x dx നെ എങ്ങനെ എഴുതാം? a to c നെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ a to b
സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഈ ടോട്ടൽ ഇന്റർവെൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എ ടു ബി ഒരു സെക്ഷൻ ദെൻ ബി ടു സി ഒരു സെക്ഷൻ. അപ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ബി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിന്റെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നത്, ഈ തേർഡ് പ്രോപ്പർട്ടിയുടെ പ്രൂഫ് ചെയ്യുന്നത് നമ്മൾ ഏരിയ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏരിയയും പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഏരിയയും പഠിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വെലോസിറ്റിയും പഠിച്ചിട്ടുണ്ട്. ആ രണ്ട് തരത്തിലാണ് ഇതിന്റെ പ്രൂഫ് ചെയ്യുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ജോമെട്രിക്കലി നമുക്ക് ഗ്രാഫ് ഒക്കെ വരച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഒരു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് നമ്മൾ ഈ ഇന്റർവെല്ലിൽ പ്ലോട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ എ ടു സി എടുക്കുന്നതുകൊണ്ട് എ ടു സി നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തു. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ് ഇങ്ങനെയാന്ന് വെക്കുക. ഈ ഒരു ഇന്റർവെല്ല് എ ടു സി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫിന്റെ എ ടു സി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഈ റീജിയന്റെ ഏരിയയാണ് എന്ത്? ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഗ്രാഫിന്റെ ഇത്രയും ഭാഗത്തുള്ള റീജിയണിന്റെ ഏരിയയാണ് ഇത് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയണിന്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു റീജിയണിന്റെ ഏരിയ ആണ് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ്. അപ്പൊ ഇതിനെ എന്തെഴുതാം? ഈ എ ടു സി എന്നുള്ള ഇന്റർവെല്ല ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, എ ടു ബിയും ബി ടു സിയും. അപ്പൊ ഈ ഫുൾ റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് റീജിയണിന്റെ സമ്മായിരിക്കില്ലേ? ഈ ഒരു ഭാഗത്തിന്റെ ഈ ഭാഗത്തിന്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ സമ്മായിരിക്കും എന്ത്? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ബി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെയാണ് ഇതിന്റെ പ്രൂഫ് പറയുന്നത്. ജോമെട്രിക്കലി നമ്മളിങ്ങനെ വരച്ചിട്ടാണ് ഇതിന്റെ പ്രൂഫ് പറയുന്നത്. അപ്പൊ അതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത്, പ്രോപ്പർട്ടീസ് പഠിക്കാനേ ഉള്ളൂ നമുക്ക്. ഇഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഗിവൺ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി ആണ്. ഇന്റഗ്രൽ എ ടു ബി സി ഇൻറ്റു ഡി എക്സ്. സി കോൺസ്റ്റന്റ് ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഡി എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് ആണ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുന്നത്? ബി മൈനസ് എ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാം. ഇനി അടുത്തത്, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് വരും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ്. ഇൻഡെഫിനിറ്റിൽ പറയുന്ന പ്രോപ്പർട്ടീസ് തന്നെയാണ് ഡെഫിനിറ്റിലും പറയുന്നത്. പക്ഷെ ഇവിടെ ആര് വരുന്നുള്ളൂ? ഈ ലിമിറ്റ്സ് വരുന്നേ ഉള്ളൂ. കിട്ടുന്ന റിസൾട്ട് ഒക്കെ എന്തായിരിക്കും? ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. അതുപോലെ പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇന്റഗ്രൽ 6 to 2 x cube dx. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ ചെയ്ത ഇന്റഗ്രലിന്റെ ഒക്കെ പ്രത്യേകത എന്തായിരുന്നു? ലോവർ ലിമിറ്റും ചെറിയ നമ്പറും അപ്പർ ലിമിറ്റ് അതിനേക്കാളും വലിയ നമ്പർ ആയിരുന്നു അല്ലെ ഇതുവരെ ചെയ്ത ഇന്റഗ്രൽസിലൊക്കെ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ലോവർ ലിമിറ്റ് വലുതും അപ്പർ ലിമിറ്റ് ചെറുതുമാണ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എങ്ങനെ വരുന്നു നോക്കാം. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്ത് വരും? 6 to 2. That is 1/4 കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു. 2 raised to 4 എന്ന് പറയുന്നത് 16, 6 raised to 4 എന്ന് പറയുന്നത് 1296. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് -320 ആണ് വരുന്നത്. അപ്പൊ എന്ത് വന്നു ഇവിടെ? അപ്പർ ലിമിറ്റിനേക്കാളും വലുതാണ് ലോവർ ലിമിറ്റ് വന്നത്. അപ്പൊ എന്ത് വന്നു? റിസൾട്ട് ഇന്റഗ്രൽ എന്ത് വന്നു? നെഗറ്റീവ് വന്നു. അത് തന്നെയാണ് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് where a is less than b, that is equal to minus of integral b to a f of x dx. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി പറയുന്നത്. ഇവിടെ 2 to 6 ആയതുകൊണ്ടുണ്ടെങ്കിൽ എന്ത് വരും? 1296 മൈനസ് 16 വരും. 320 വന്നേനെ ആൻസർ. ഇവിടെ എന്ത് വന്നു? എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ്
ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റ്സ് മാറുമ്പോൾ എന്ത് വരും? ഇന്റഗ്രലിന് മൈനസ് സൈൻ വരും ആണ് പറയുന്നത്, നെഗറ്റീവ് വരുന്നാണ് പറയുന്നത്. ഈ ലിമിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റിൽ എന്ത് വരും? മൈനസ് വാല്യൂ വരും. അതുപോലെ ഇന്റഗ്രൽ എ ടു എ രണ്ട് ലിമിറ്റ്സും സെയിം ആണെങ്കിൽ ഇന്റഗ്രൽ വാല്യൂ എന്ത് വരും? 0 ആയിരിക്കും വരിക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സെയിം ആണെങ്കിൽ എന്ത് വന്നു? ഇവിടെ സെയിം വാല്യൂ വന്നില്ല, p = 0 വരും. ഇനി അടുത്തത് ഒരു ഓൾട്ടർനേറ്റീവ് വേർഷനാണ്. നമ്മൾ കണ്ട ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷനാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എന്ത് കണ്ടു? നേരത്തെ കണ്ട റിസൾട്ടിലൊക്കെ എന്ത് കണ്ടു? ഇന്റഗ്രൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിന്റെ ഇന്റഗ്രൽ ആണ് ആര്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. എന്ത് പറഞ്ഞു നമ്മൾ? ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് ആര്? ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു നമ്മൾ. പിന്നെ ഇവിടെ എഴുതുന്ന റിസൾട്ട് ഇതാണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഇന്റഗ്രൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. എന്താ ശരിയാണോ എഴുതിയിരിക്കുന്നത്? ഞാൻ നമ്മുടെ കയ്യിലുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആന്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടും. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാണ്? സ്മോൾ എഫ് ഓഫ് എക്സ്. നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. എന്താ സംഭവം? ശരിയാണോ എഴുതിയിരിക്കുന്നത്? നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഒക്കെ വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാരാണ് ആള്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ആരാണ് ആള്? എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ച് ഇത് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. ബോത്ത് ആർ സെയിം. ഒന്ന് വേറെ ഫോമിൽ എഴുതിയിരിക്കണമെന്നേ ഉള്ളൂ. ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ പല തരത്തിൽ എഴുതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനിയാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇൻ ഓൾട്ടർനേറ്റീവ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു തിയർ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ്, ഇങ്ങനെയാണ് പറയുന്നത്: f is continuous if small f is continuous on closed interval ax, then d by dx of integral a to x f of s ds is f of x. ഇവിടെ എക്സ് അപ്പർ ലിമിറ്റിൽ വന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഡമ്മി വേരിയബിൾ ആയിട്ട് എസ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ വീണ്ടും എക്സ് എന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് എസ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്താ പറയുന്നത്? എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? ഓക്കെ ആയിക്കോട്ടെ, ക്ലോസ്ഡ് ഇന്റർവൽ എ ടു എക്സിൽ കണ്ടിന്യൂസ് ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും എന്നാ പറയണത്? എഫ് ഓഫ് എക്സ് ആയിരിക്കും എന്നാ പറയണത്. ഒന്ന് നോക്കി നോക്കാം, പ്രൂവ് ചെയ്ത് നോക്കാം ശരിയാണോ എന്ന് അറിയേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇത് എടുക്കുകയാണ്. ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് ഇതിനെ ഞാൻ എടുത്തു. ഇതെന്ത് വരും? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് എന്ത് വരും? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് അപ്പർ ലിമിറ്റ് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇന്റഗ്രലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷനിൽ എ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ആണ്. അത് അപ്ലൈ ചെയ്തിട്ട് അതായത് ഒരു നമ്പർ ആണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഇവിടെ എഫ് ഡാഷ് എക്സ് എന്ന് കിട്ടി. ഈ ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. ആൻറ്റി ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ റിസൾട്ട് ശരിയായില്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. കിട്ടിയില്ലേ? എക്സാമ്പിൾ ചെയ്ത് നോക്കാം.
കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാമല്ലോ സംഭവം. വെരിഫൈ ദ ഫോർമുല d by dx of integral a to x f of s ds equal to f of x for f of x equal to x. f of x equal to x ന് ഈ ഫോർമുല ശരിയാണോ എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ f of x equal to x ആണെങ്കിൽ f of s എന്ത് വരും? എക്സിന്റെ പ്ലേസിൽ എസ് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വന്നു? f of s equal to x എന്ന് വന്നു. നമ്മൾ ആദ്യം ഈ ഇന്റഗ്രൽ വാല്യൂ ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ a to x f of s എന്താണ്? s ds. s ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? s²/2 ലിമിറ്റ് അപ്ലൈ ചെയ്തു a to x. അപ്പോൾ എന്ത് വന്നു? x²/2 മൈനസ് a²/2. ഇനി എന്ത് വേണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? d by dx of x²/2 മൈനസ് a²/2. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? d by dx of x² എന്താ? 2x ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട് മൈനസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 0 വന്നു. 2 ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. അത് തന്നെയാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് വന്നു? ഫോർമുല വെരിഫൈ ചെയ്തു നമ്മളിവിടെ അല്ലേ? ഇവിടെ ഇത് ശ്രദ്ധിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് തന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ത് വരും? എക്സിന്റെ പ്ലേസിൽ ഇവിടെ എസ് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തായി? എസ് ആയി. ഈ ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ പല ഫോമിൽ എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഡിഫറൻസിയേഷൻ ഈസ് ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ ഈസ് ഓപ്പോസിറ്റ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. ആ ഒരു കൺസെപ്റ്റിനെയാണ് ഇങ്ങനെ പല പേരിട്ട് വിളിക്കുന്നത്. ഇനി തന്നിരിക്കുന്നത് ലെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 2 to x 1 by 1 plus s² plus s³ ds. Find f dash of 3. അപ്പോൾ ഇതാണ് നമ്മുടെ ആര്? എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് കിട്ടി. അപ്പോൾ ഇത് തന്നെയല്ലേ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ആണ് ആര്? എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? ഈ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫ് ഡാഷ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങൊരു ഇന്റഗ്രൽ ആണെങ്കിൽ ഇങ്ങോരുടെ ഡെറിവേറ്റീവ് ആണ് ആര്? ഈ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ. നമ്മൾ ഇതുവരെ കണ്ട റിസൾട്ട്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആന്റി ഡെറിവേറ്റീവ് കിട്ടും. ഈ ആന്റി ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? ഈ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ. അപ്പൊ എഫ് ഡാഷ് ഓഫ് 3 കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്യോ ഇന്റഗ്രേറ്റ് ചെയ്യോ ഒക്കെ ചെയ്യണോ? വേണ്ട. എന്ത് കണ്ടാൽ മതി? ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനിൽ എസിന് പകരം ആര് ഇട്ട് കൊടുത്താൽ മതി? 3 ഇട്ട് കൊടുത്താൽ മതി. എഫ് ഡാഷ് ഓഫ് 3 ഈക്വൽ ടു 1 by 1 plus 3² plus 3³. It is 27 plus 27 9 36 37 1 by 37. ആ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അതായത് ഈ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആന്റി ഡെറിവേറ്റീവ് കിട്ടും. ഈ ആന്റി ഡെറിവേറ്റീവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ആളെ കിട്ടും. അതായത് ക്യാപിറ്റൽ എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ ഉള്ളിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളോട് ഈ ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ പോയിന്റ് 3. അപ്പോൾ എന്ത് കണ്ടാൽ മതി? ഉള്ളിലുള്ള ഡെറിവേറ്റീവ് ആണ് ഇത്. നമുക്ക് എവിടെയാണ് കാണേണ്ടത്? 3 എന്ന് പറയുന്ന പോയിന്റിലാണ് കാണേണ്ടത്. അപ്പോൾ എസിന് പകരം ആരെ കൊടുത്താൽ മതി? 3 എന്ന് കൊടുത്താൽ മതി. ഇത്രയാണ് പറയുന്നത് ഇന്റഗ്രൽ a to b f of x dx equal to ഇൻഡെഫിനിറ്റ് ആണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? എഫ് ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് എന്ന് പറയണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അത് ചെക്ക് ചെയ്യാൻ കുറച്ച് ഫോർമുലാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ നല്ലോണം മനസ്സിലാക്കി വെക്കുക.
ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലിമിറ്റ്സ് ഉണ്ടായിരിക്കും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും കിട്ടുക. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അതില്ല, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് കിട്ടുന്നത്, ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ രണ്ടുപേരും ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഓപ്പോസിറ്റ് പ്രോസസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്.